ഭാരതത്തിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനിക്ക് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഖത്തർ അമീർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖത്തർ അമീറിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ് എക്സിൽ കുറിച്ചു. ഇന്നലെ ഭാരതത്തിലെത്തിയ ഖത്തർ അമീറിന് ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിവരങ്ങൾ. കൃഷ്ണപ്രിയ, തമീം ബിൻ ഹമദ് അൽ താനി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഡൽഹി വിമാനത്താവളത്തിലെത്തിയത്. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കൃഷ്ണപ്രിയ സൂചിപ്പിച്ചതുപോലെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. പ്രധാനമന്ത്രി നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. ഇന്ന് അദ്ദേഹത്തിന് ഔദ്യോഗികമായ വരവേൽപ്പ് രാഷ്ട്രപതി ഭവനിൽ നൽകും. അതിനുശേഷമായിരിക്കും തുടർ ചർച്ചകളെല്ലാം തന്നെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി ചേർന്ന് നടക്കുന്ന ഒരു ബിസിനസ് ടു ബിസിനസ് മീറ്റിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിൽ വിദേശത്തു നിന്നുള്ള, അതായത് ഖത്തറിൽ നിന്നുള്ള കൂടുതൽ വിദേശ നിക്ഷേപം, നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഭാരതത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും അതിനനുബന്ധമായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട വിശദ ചർച്ചകളുമായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർ ചർച്ചകൾക്ക് ശേഷം ഇത് സംബന്ധിച്ച കൃത്യമായ ചിത്രം നമുക്ക് ലഭ്യമാക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്നലെ നടന്ന ചർച്ചയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നൊരു സൂചനയാണ് എസ് ജയശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, LNG, അതായത് ദ്രവീകൃത പ്രകൃതിവാതകം ഉൾപ്പെടെയുള്ള ഇറക്കുമതിയുടെ വിശദമായ അന്വേഷണങ്ങൾ, വിശദമായ ചർച്ചകൾ നടക്കും. അത് നിലവിൽ 20 വർഷത്തേക്ക് ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ധാരണ ഖത്തറുമായി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ വോളിയം, അതിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും നടക്കുക. ഭാരതത്തിന്റെ അനിവാര്യമായ ഊർജ്ജ രംഗത്തെ മുന്നേറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സായി പ്രവർത്തിക്കാവുന്ന സംവിധാനമാണ് LNG. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ, $400 കോടി ഡോളറിലേറെ ഭാരതവും അതുപോലെ തന്നെ ഖത്തറിലെ ഭാരതത്തിലുള്ളവരും ചേർന്ന് നടത്തുന്ന ആ ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനം ഭാരതത്തിലേക്ക് എത്തുന്നുണ്ട്. വൻതോതിലുള്ള ഒരു വരുമാനം ഭാരതത്തിലേക്ക് എത്തുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ മനുഷ്യ വിഭവശേഷി പ്രായോഗികമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തർ. ആ തരത്തിലുള്ള, അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ, വിസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നു. അത് ചില ധാരണകളും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാവിലെയാണ് രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണം ഒരുക്കുക. തുടർന്ന് ഹൈദരാബാദ് ഭവനിൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി.